അവിടെ കൊലക്കയറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിനക്കൊക്കെ തൂങ്ങി ചത്തൂടായിരുന്നോ? എന്തിനാണ് എത്രയോ ആളുകൾ ഇന്നും വഴിപാടുകളും നേർച്ചയും പല രീതിയിലായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ കൊന്നു കളയാൻ വേണ്ടി കൂട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ മൈൻഡ് എന്താണ്? എന്നിട്ട് അത് കുറെ കള്ളത്തരം പറയാണ്. അതായത് കിണറിന്റെ സൈഡിൽ ഒരു നിഴല് കണ്ടു. ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഹസ്ബൻഡിനെ ഇവർ പിണങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് അയാളെ പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഈ കുഞ്ഞ് അയാളുടെ കൂടെ കിടന്ന് ഉറങ്ങിയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ അയാൾ തന്നെ കൊണ്ടിട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുത്തി തീർത്തൊരു പ്രശ്നമായിരുന്നു. പക്ഷേ അമ്മാവൻ എന്തോ ദൈവാധീനം കൊണ്ട് അമ്മാവൻ പറഞ്ഞ് അമ്മാവനാ കൊന്നേന്ന്. ഇനി അതിലും വേറെ കളികളുണ്ടോ നമുക്കറിയില്ല. കാരണം ഓൾറെഡി പറയുന്നുണ്ട് അമ്മാവന് മനോനില തകരാറിലാണെന്നുള്ളത്. അപ്പൊ ഇനിയും അയാൾക്ക് കേസിൽ ഊരിപ്പോരാൻ വലിയ പാടൊന്നുമില്ല. അയാൾക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് അയാൾക്ക് ഊരിപ്പോരാം. പക്ഷേ 2 വയസ്സുകാരിയെ ക്രൂരമായിട്ട് കൊന്നുകളയുക, അല്ലെ കിണറിലേക്ക് എടുത്ത് എറിയുക എന്ന് പറയുമ്പോൾ എന്തൊരു മൈൻഡാണെന്ന് ഓർത്തോണേ. കാലമായപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു എന്നാണ് അവരുടെ അമ്മ പറയുന്നത്. അമ്മ എന്ന് പറയാൻ പറ്റത്തില്ല, ആ സ്ത്രീ എന്ന് പറയുന്നത്. കരച്ചിൽ കേട്ടു, നോക്കുന്ന സമയത്ത് കിണറിന്റെ അടുത്തൊരു നിഴല് കണ്ടു എന്നാണ്. എന്നിട്ടൊന്നും മിണ്ടിയില്ല, ആരോടും പറയുന്നില്ല.